കോഴിക്കോട് കോവൂരിൽ ഇന്നലെ രാത്രി ഓടയിൽ വീണ് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി 10 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ പാലാഴിയിൽ റോഡിന് സമീപത്തെ ഓടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാണ് കോവൂർ സ്വദേശി കളത്തിൻപൊയിൽ ശശി കവിഞ്ഞൊഴുകിയ ഓടയിൽ വീണത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം കിട്ടിയെന്നറിയുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഇന്നലെ രാത്രി 8:30 ശശി കോവൂര് MLA റോഡിന് സമീപം മണലേരി താഴത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഓടയിലേക്ക് അബദ്ധവശാൽ കാൽ വഴുതി വീണത്. കനത്ത മഴയെ തുടർന്ന് സുഹൃത്തിനൊപ്പം വഴിയോരത്തെ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ഓവുചോലിൽ വെള്ളം കുത്തി നിറഞ്ഞു ഒഴുകുകയും ശശി വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്ത് ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആളുകൾ സമീപത്ത് ശക്തമായ രീതിയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. പോലീസും ഫയർഫോഴ്സും ഒപ്പം ഈ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് മണിക്കൂറുകളോളം ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശക്തമായ ഒഴുക്കുമുണ്ടായിരുന്നു. രാത്രി വൈകിയും പരിശോധന തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് തെരച്ചിൽ ദുഷ്കരമായ സാഹചര്യത്തിൽ നിർത്തുകയും രാവിലെ പുനരാരംഭിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരെ പാലാഴി ഭാഗത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയതായി നാട്ടുകാർ വിവരം അറിയിച്ചത്. ഇതേ തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തുകയും മൃതദേഹം കണ്ടെത്തുകയുമാണ് ചെയ്തത്. തുടർ നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഈ ബസ് സ്റ്റോപ്പും ഈ ഓവുചാലും അഴുക്കുചാലും തമ്മിലുള്ള ദൂരം വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ കനത്ത മഴ പെയ്തപ്പോഴേക്കും ഈ ഓവുചാലിലേക്ക് അറിയാതെ കാൽവഴുതി വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ശക്തമായ കുത്തൊഴുക്കിൽപ്പെട്ട് താഴേക്ക് ഒഴുകി പോവുകയുമായിരുന്നു. ഷേജ. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.